വി.ഡി. സതീശനുമായി സംവാദത്തിന് തയ്യാറെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ 10 വർഷത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ പ്രോഗ്രസ് കാർഡ് പങ്കുവെച്ച മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇന്നലെയാണ് വി.ഡി. സതീശൻ പറയുകയുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുമായി ഒരു സംവാദത്തിന് തയ്യാറാണെന്ന്. ഇപ്പോൾ വി.ഡി. സതീശനുമായി സംവാദത്തിന് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ 2-3 ദിവസമായി പ്രതിപക്ഷ നേതാവും ഒപ്പം മുഖ്യമന്ത്രിയും തമ്മിൽ വികസനത്തെ ചൊല്ലിയുള്ള വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തി മുന്നോട്ട് പോകുകയായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ചൊല്ലിയും എന്നാൽ വികസനരഹിതമായൊരു കേരളമാണ് കഴിഞ്ഞ 10 വർഷമായി മുന്നോട്ട് പോയതെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ പോകുന്നതിനിടയിൽ തന്നെയാണ് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു സംവാദത്തിന് തയ്യാറാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളെയും അതുമായി ബന്ധപ്പെട്ട് ചെലവാക്കിയ പൈസയും ഏതൊക്കെ പദ്ധതികൾ വലിയ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് മുഖ്യമന്ത്രി പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ഒരു സംവാദത്തിന് തയ്യാറാണ് എന്നുള്ള സൂചനകൾ കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും ഈ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ UDF മുന്നോട്ട് വെച്ചത് വികസന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു വികസന മുരടിപ്പ് അനുഭവപ്പെടുന്നു എന്നുള്ളതായിരുന്നു. അതിൽ അവർ ചില മേഖലകൾ എടുത്തു പറഞ്ഞും ചൂണ്ടിക്കാട്ടിയുമായിരുന്നു അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ വ്യക്തമായി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി പറയുന്ന പല കാര്യങ്ങളും ശുദ്ധമായ നുണയാണ് തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചതും. അപ്പോൾ ഇതെല്ലാം തന്നെ LDF ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പരസ്യമായ തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു സംവാദത്തിന് തയ്യാറാണ് എന്നുള്ള തരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലായി കേരളത്തിൽ നടത്തിയിട്ടുള്ള വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ കഴിയും. വിദ്യാഭ്യാസ മേഖല തൊട്ട് ഗ്രാമങ്ങളിലെ അടിസ്ഥാന വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ എടുത്തു പറയുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത് ജൂൺ മാസം എത്തുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായ പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയാക്കി അത് വിദ്യാലയങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതുവരെയുള്ള ഒരു വലിയ നേട്ടമായി തന്നെ മുഖ്യമന്ത്രി എടുത്തു കാട്ടുന്നു. അതൊരു ചരിത്ര സംഭവമായിട്ടാണ് പറയുന്നത്. സാധാരണ സ്കൂൾ വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞാൽ പോലും പാഠപുസ്തകങ്ങൾ കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതിനു മാറ്റം വരുത്തുവാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് ഇടതു സർക്കാർ ചിലവിട്ടത്. ഗ്രാമങ്ങളിലെ ഒട്ടുമിക്ക റോഡുകളും ഇന്ന് വലിയ തരത്തിൽ സഞ്ചാര യോഗ്യമായി കഴിഞ്ഞിരിക്കുന്നു. ദേശീയ നിലവാരം പുലർത്തുന്ന റോഡുകൾ പോലും ഗ്രാമങ്ങളിൽ പടുത്തുയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് LDFിൻ്റെയും മുഖ്യമന്ത്രിയുടെയും മറ്റൊരു വാദഗതി. ഒപ്പം ആരോഗ്യ മേഖലയിൽ എല്ലാ ആശുപത്രികളിലും കൃത്യമായ വികസനം എത്തിക്കാൻ കഴിഞ്ഞു. ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എടുത്തു സൂചിപ്പിച്ച് പറയപ്പെടുന്നത് വിവിധ തരത്തിലുള്ള ഈ അവയവമാറ്റ ശസ്ത്രക്രിയകൾ സർക്കാർ ആശുപത്രികളിൽ വിജയപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു നേട്ടമാണ്. അത്തരത്തിൽ ഗ്രാമീണ മേഖലകളിൽ തന്നെ വലിയ ആശുപത്രി സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞിരിക്കുന്നു. കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതിനെക്കുറിച്ചുള്ള ഒരു പട്ടിക തന്നെ മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ, അതായത് ഇനി 10 ദിവസത്തോളം മാത്രമാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരസ്യപ്രചാരണത്തിന് അവശേഷിക്കുന്നത്. ആ 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതൊരു വലിയ ചർച്ചയാക്കി മാറ്റുക എന്ന ലക്ഷ്യം മുഖ്യമന്ത്രിക്ക് തന്നെയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് കേരളത്തിലെ ആദ്യഘട്ട ചർച്ചകളിൽ അധികവും മറ്റു തലങ്ങളിലേക്ക് മാറപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ വികസനത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് രാഷ്ട്രീയപരമായ ഡീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും BJP കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ഡീലുകൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു വാദപ്രതിവാദങ്ങൾ നടത്തിയതെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ പരസ്യപ്രചരണത്തിൻ്റെ ഒരു ചൂടും ചൂരും വർദ്ധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി എടുത്തു പറഞ്ഞ തരത്തിലേക്ക് ഇപ്പോൾ LDF തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. ഡീലുകളെല്ലാം ഒഴിവായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനി വികസന പ്രവർത്തനങ്ങളെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് തന്നെ രണ്ട് മുന്നണികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം മുതൽ UDF കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ വലിയ തരത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രചരണം തുടങ്ങിയത്. കാരണം ലൈഫ് പദ്ധതി ഉൾപ്പെടെ അല്ലെങ്കിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരളത്തിൽ കാര്യമായ തരത്തിൽ ഫലം കണ്ടിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആരോപണം. ഒപ്പം മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് നടപ്പിലാക്കുന്ന പുനർഗേഹം
പദ്ധതികൾ, അതായത് ഈ പകരം പദ്ധതികൾ സമുദ്രതീരത്തോട് അടുത്ത് വീടില്ലാതെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് UDFിൻ്റെ പ്രചരണം വലുതായി വലിയ തരത്തിൽ ശക്തി പ്രാപിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു സംവാദത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് നടന്ന വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഒരു വിഷയാധിഷ്ഠിതമായ ചർച്ചകളായിരിക്കും. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കേരളം പോയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും വികസനം തന്നെ ഒരു മുഖ്യ വിഷയമായി ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ തരത്തിൽ ഇരു മുന്നണികളും തമ്മിലുള്ള ഒരു വാക്പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും. ഇനിയുള്ള ദിവസങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഇരു മുന്നണികളും മാറും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പോക്ക് ദേശീയ തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കേരളത്തിന് വേണ്ടി എന്തൊക്കെ നടത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയപ്പോൾ തന്നെയും ഇരു മുന്നണികളെയും കുറ്റപ്പെടുത്തിയും മറ്റു കാര്യങ്ങൾ, അതായത് കേരളവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ കൃത്യമായി നടപ്പിലാക്കിയ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഭാവിയിൽ എന്തൊക്കെ നടപ്പിലാക്കണം അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഒരു BJPയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ ഉയർന്ന തരത്തിലേക്ക് ഒരു കാര്യങ്ങളും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചില്ല എങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ LDFും UDFുമാണ്. അവർ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് അവർ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇരു മുന്നണികളും ഇറങ്ങിച്ചെന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസനം തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത്. ഈ കഴിഞ്ഞ ഈ മന്ത്രിസഭയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് തൊട്ട് മുമ്പ് വളരെ വേഗത്തിൽ നടത്തിയ ചില മന്ത്രിസഭാ യോഗങ്ങൾ തന്നെ ഇതിന് ഉദാഹരണമാണ്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാരിനെ സഹായിക്കുകയും സർക്കാരിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ജീവനക്കാർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു മാറ്റങ്ങളായിരുന്നു. ആ മാറ്റങ്ങൾ എടുത്തു പറയുന്നു. കാരണം DA ആയിരുന്നു, അല്ലെങ്കിൽ DA നൽകുന്നതിലുണ്ടായ കാലവിളംബം വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. DA അനുവദിക്കാത്തത് പലതരത്തിൽ ഇവരിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിരുന്നു. അതുകൊണ്ട് ജീവനക്കാർക്ക് DA അനുവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു നിലപാടിലേക്ക് തന്നെ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ അതിൽ ശമ്പള കമ്മീഷനെ നിശ്ചയിച്ചു. ഇതൊക്കെ ജീവനക്കാരെ കൂടുതൽ സർക്കാരിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നു. പക്ഷേ ആ നീക്കങ്ങൾ എത്ര കണ്ട് ഫലം കണ്ടു എന്നുള്ളത് അത് നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇത് സംബന്ധിച്ച് UDFും ഈ വിഷയങ്ങൾ, സർക്കാർ ജീവനക്കാരുടെ വിഷയങ്ങൾ ഒരു ചർച്ചയാക്കി മാറ്റാൻ നിലവിൽ അവർ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം DA ഉൾപ്പെടെയുള്ളവ നടപ്പിലാക്കാൻ തയ്യാറായെങ്കിൽ തന്നെയും NGO അസോസിയേഷനും സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനകളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോട് ഒരു മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു. DAയുമായി ബന്ധപ്പെട്ടുള്ള വിതരണ കാര്യങ്ങളിലോ അത് ലഭിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സർക്കാർ കൈക്കൊണ്ടില്ല എന്ന ആക്ഷേപം NGO അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ വ്യാപകമായ തരത്തിൽ സർക്കാർ മേഖലകളിൽ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് നടത്തിയിട്ടുള്ള അവരുടെ ക്ഷേമകരമായ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ശമ്പള കമ്മീഷൻ എന്നുള്ളത് സർക്കാരിലെ ജീവനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. ആ ആവശ്യം നിറവേറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നായിരുന്നു NGO അസോസിയേഷൻ്റെ ഏറ്റവും വലിയ പരാതികളിൽ ഒന്ന്. ആ പരാതികൾ നിലനിൽക്കുന്നിടത്തോളം കാലം സർക്കാരിനെ വലിയ തരത്തിൽ UDF വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ല. LDFിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു, പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനകളാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരളത്തിൻ്റെ നാനാ തലങ്ങളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞും അവയ്ക്ക് ചിലവിട്ട തുകകൾ ചൂണ്ടിക്കാണിച്ചുമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൻ്റെ അർത്ഥം ഇതൊരു പരസ്യമായ വെല്ലുവിളി UDFിനെതിരെയാണ്. UDFിന് അക്ഷരാർത്ഥത്തിൽ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഒരു സംവാദത്തിന് തയ്യാറാവും. പക്ഷേ ഒരുപക്ഷെ പരസ്യമായൊരു സംവാദം എന്ന് പറയുമ്പോൾ ഇവർ മുഖാമുഖം എത്തിയ ഒരു ചർച്ചയ്ക്കൊന്നും തയ്യാറാകില്ല. ഇനി വരുന്നത് ഒരുപക്ഷെ ഇതേ നാണയത്തിൽ തന്നെ UDFും തിരിച്ചടിക്കാൻ തയ്യാറാവും. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിന് മറുപടി നൽകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള ചർച്ചകളിലേക്ക്
കടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വേണം മുഖ്യമന്ത്രിയുടെ ഈ പോസ്റ്റിനെ കാണുവാൻ. അത്തരത്തിൽ വികസനോന്മുഖമായ ഒരു കാര്യങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ UDF-ഉം LDF-ഉം കടന്നിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ഡീൽ ആരോപണങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു രാഷ്ട്രീയപരമായി വികസനപരമായ ചർച്ചകളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരി, എന്തായാലും VD സതീശനുമായി സംവാദത്തിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ 10 വർഷത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ പ്രോഗ്രസ് കാർഡ് പങ്കുവച്ചാണ് മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.